നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിലൊന്നായ സ്ത്രീ സുരക്ഷാ പദ്ധതി ഫെബ്രുവരി 11 ഉച്ചയ്ക്ക് 12 മണിയോടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ പ്രധാന ക്ഷേമ നടപടികളിൽ ഒന്നായി ഈ പദ്ധതിയിലൂടെ നിരവധി അമ്മമാർക്കും സ്ത്രീകൾക്കും പ്രതിമാസം 1000 രൂപ വീതം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയാണ്. ഇതിനകം 16 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അവരിൽ 10,18,000-ലധികം പേർക്ക് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു. ആദ്യഘട്ട വിതരണം പൂർത്തിയായപ്പോൾ 10 ലക്ഷത്തിലധികം സ്ത്രീകളുടെ അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേർന്നിട്ടുണ്ട്. അംഗീകാരം ലഭിച്ചിട്ടും ഇതുവരെ തുക ലഭിക്കാത്തവരുമുണ്ട്. അതുപോലെ പ്രോസസ്സിംഗിനുള്ള നിരവധി അപേക്ഷകളും നിലവിലുണ്ട്. അവർക്കുള്ള തുകയും അടുത്ത ദിവസങ്ങളിൽ ക്രമമായി വിതരണം ചെയ്യുന്നതായിരിക്കും. ഇത് ഒറ്റത്തവണ ലഭിക്കുന്ന സഹായമല്ല. സർക്കാരിന്റെ മറ്റ് ക്ഷേമ പെൻഷനുകളെ പോലെ എല്ലാ മാസവും 1000 രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന സ്ഥിരമായ ധനസഹായമാണ്. സാധാരണയായി ഓരോ മാസത്തിന്റെയും അവസാന ആഴ്ചകളിൽ തുക വിതരണം നടക്കും. സംസ്ഥാന സർക്കാർ മറ്റു പെൻഷൻ വിതരണം ചെയ്യുന്ന സമയക്രമത്തിനൊപ്പമാണ് ഈ പദ്ധതിയുടെയും വിതരണം ക്രമീകരിച്ചിരിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കാൻ ഇതുവരെ കഴിയാത്തവർ നിരവധി സ്ത്രീകളും ഇപ്പോഴുമുണ്ട്. സമയക്കുറവ്, രേഖകളുടെ അഭാവം അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ കാരണം അപേക്ഷ നൽകാതെ പോയവർ എത്രയും വേഗം അപേക്ഷിക്കണം. അപേക്ഷ വൈകുന്നതോടെ ആ മാസങ്ങളിലെ ധനസഹായം നഷ്ടപ്പെടുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പദ്ധതിക്ക് നിലവിൽ അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും നേരത്തെ അപേക്ഷിച്ചാൽ തന്നെ വേഗത്തിൽ അംഗീകാരം ലഭിക്കുകയും തുക ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇനി മുതൽ പെൻഷൻ ഐഡി ജനറേറ്റ് ചെയ്യപ്പെടുകയും ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ പ്രത്യേക പേജുകളും സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സൗകര്യങ്ങളും സർക്കാർ ഒരുക്കുകയും ചെയ്യും. തുക ഏത് രീതിയിലാണ് അക്കൗണ്ടിലേക്ക് വന്നതെന്ന് അറിയുന്നതിന് പ്രത്യേക സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതാണ്. 2027 മുതൽ ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമാക്കും. ആധാർ അടിസ്ഥാനത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി വിരൽമുദ്ര പതിപ്പിച്ച് വാർഷിക സ്ഥിരീകരണം നടത്തണം. എല്ലാ വർഷവും ഈ പ്രക്രിയ പൂർത്തിയാക്കിയാൽ മാത്രമേ തുടർച്ചയായ ആനുകൂല്യം ലഭിക്കൂ. അക്കൗണ്ട് വിവരങ്ങൾ പുതുക്കി സൂക്ഷിക്കുന്നതും വളരെ പ്രധാനമാണ്. ഒരു വർഷം ഏകദേശം 12,000 രൂപ ലഭ്യമാകുന്ന വലിയ സഹായ പദ്ധതിയാണിത്. നിലവിൽ 1000 രൂപയാണ് ലഭിക്കുന്നത്. ഭാവിയിൽ തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. തുക ലഭിച്ചില്ലെന്ന് പറയുന്നവർ ആദ്യം അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കണം. ചില അപേക്ഷകൾ രേഖകളിലെ പൊരുത്തക്കേടുകൾ കാരണം മുടങ്ങിയിട്ടുണ്ടാവാം. പേരിലെ വ്യത്യാസം, ജനനതീയതിയിലെ പിഴവ്, ബാങ്ക് വിവരങ്ങളിലെ തെറ്റ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത രേഖകളിലെ ക്ലാരിറ്റിയുടെ അഭാവം എന്നിവ കാരണം അപേക്ഷകൾ റിട്ടേൺ ചെയ്തിട്ടുണ്ടാവാം. അപേക്ഷ സമർപ്പിച്ച അതേ പോർട്ടൽ വഴിയോ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ സ്റ്റാറ്റസ് പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ ചെയ്യേണ്ടതാണ്. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കും ഉടൻ അംഗീകാരം ലഭിച്ച തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. തടസ്സങ്ങളൊന്നുമില്ലാതെ വിതരണം ക്രമമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ഈ പദ്ധതി കണക്കാക്കപ്പെടുന്നത്. എല്ലാവരും വിവരം കൃത്യമായി മനസ്സിലാക്കി അർഹരായവർക്ക് ഈ അപേക്ഷ സമർപ്പിച്ച ആനുകൂല്യം ഉറപ്പാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ന്യൂ ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.